ഞങ്ങൾക്ക് ഒരുത്തൻ്റെയും കൂട്ടുകെട്ട് വേണ്ട. BJP ബഹുമാനപ്പെട്ട മോദിജിയുടെ നേതൃത്വത്തിൽ BJP കേരളത്തിൽ നമ്മുടെ സുരേന്ദ്രനുണ്ട്. തൻ്റെ ഇടമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കേരളം ഞങ്ങൾ പിടിച്ചടക്കും. ഈ 2026 തെരഞ്ഞെടുപ്പിൽ കേരളം BJPയുടേതായിരിക്കും. ധൈര്യമായിട്ടുണ്ട്. പണ്ട് മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതിമോഹമാണ് ദിനേശ അതിമോഹമാണ് എന്നുള്ളത്. PC ജോർജ് ഓന്ത് വരെ നാണിച്ചു പോകും. അതാണ് PC ജോർജിൻ്റെ അവസ്ഥ. കേരളം പിടിച്ചെടുക്കും അത്രേ. അല്ല, നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഇന്നേ വരെ നടന്നിക്കണോ? ഒരെണ്ണം നടന്നിക്കണോ? ഇപ്പോൾ സുരേന്ദ്രൻ എന്താ പറഞ്ഞ്, പാലക്കാട് അങ്ങോട്ട് മറിച്ചിട്ടെന്ന് പറഞ്ഞ്. എന്താ സംഭവിച്ച്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞ് കേരളം ഞങ്ങൾ ഭരിച്ചിരിക്കുന്നു പറഞ്ഞ്. അത് എഴുതി ഒപ്പിട്ടോ മൂപ്പര്, കേരളം ഞങ്ങൾ ഭരിച്ചിരിക്കും, അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാലാ സുരേന്ദ്രൻ. അങ്ങനെ എത്ര അബദ്ധജടിലമായിട്ടുള്ള വാദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ PC ജോർജ് പറയാം കേരളം ഞങ്ങൾ പിടിച്ചടക്കുന്നുള്ളത്. നിലവിലുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, അത് പൂട്ടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിച്ചിരിക്കുക തന്നെ ചെയ്യും. അത് തർക്കമില്ലാത്ത വിഷയമാണിത്. ഇപ്പോൾ തൃശ്ശൂർ ജനങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധി വെച്ചിക്കണു. അവിടെ തന്നെ പൊതുവെ ഒരു ചർച്ചാ വിഷയമുണ്ട്. എന്ത്? അതായത് UPയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സംഘികൾക്ക് വരെ ബുദ്ധി വെച്ചപ്പോൾ തൃശ്ശൂരത്തെ ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താവും? അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുത്തപ്പെടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ എങ്ങനെ കേരളം ഭരിക്കാനാണ്? ഉള്ള അക്കൗണ്ട് പൂട്ടിയിരിക്കും. ഒരു തർക്കമില്ലാത്ത വിഷയമാണത്. മനസ്സിലാവുണ്ടോ? വഖഫ് ബോർഡിനോട് എന്താ പറയുക? വഖഫ് ബോർഡ് ഊളന്മാർ, അവന്മാർ ആര് മൈൻഡ് ചെയ്യാൻ? വഖഫ് ബോർഡ് ആരുടെ? വഖഫ് ബോർഡ് ഭരണഘടനയ്ക്ക് മുകളിൽ വഖഫ് ബോർഡോ? അതൊക്കെ എടുത്ത് പള്ളക്കളയും ഞങ്ങൾ. 40 സെക്ഷൻ അതൊക്കെ പാർലമെൻറ്റ് എടുത്ത് പള്ളക്കളയാൻ പോവാ ഞങ്ങൾ. ധൈര്യമായിട്ടോടെ ഒന്നും പേടിക്കണ്ട. എന്താ അച്ചിമാർക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്താണെന്നാണ് വിചാരം. ഇങ്ങനെ അപ്പൂപ്പന്മാർ കുഴിന്ന് ജനിച്ച് വന്നാൽ നടക്കുമോ? PC ജോർജ് സാറേ, ഒന്ന് ആലോചിച്ച് ചോദിക്കാണ്. അതിൻ്റെ ഇപ്പോൾ കേരളം ഇപ്പോൾ ആര് ഭരിച്ചാലും ഇന്ത്യ ആര് ഭരിച്ചാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല എന്നുള്ളതാണ്. അത് ശരിക്കും നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ടാണ്. അത് കാര്യത്തോടെ അടുക്കുമ്പോൾ എന്താവും? കുറേ പേരൊക്കെ തിരിഞ്ഞിട്ടുള്ളതാണ്. ശരീഅത്ത് ആരുടെ ശരീഅത്ത്? എന്നാ നിയമം? ഇതൊന്നും ശരിയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമാണ് ഇത്. ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഞാനിവിടെ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞ് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഹൈന്ദവനാണ്. ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ആ സംസ്കാരം ഇട്ടേച്ച് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ വനീകർ വന്നിട്ട് ഭരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു, അടിച്ചിറക്കും. എൻ്റെ പൊന്നാര PC ജോർജ് സാറേ, 10 കൊല്ലം ഏകപക്ഷീയമായിട്ട് ഭരണം നടത്തിയ BJP സർക്കാർ, 10 കൊല്ലം അമിത്ഷായും നരേന്ദ്രമോദി അടക്കമുള്ള സകല RSSൻ്റെ നേതാക്കന്മാരും താല കുത്തി നിന്ന് വെള്ളം കുടിച്ചതാ അടിച്ചിറക്കാനായിട്ട്. ഓർക്ക് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഭരണത്തിൽ സാധിക്കുമോ? ഒട്ടും സാധിക്കില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ഭരണം വന്നു എന്നങ്ങോട്ട് കിട്ടുക, അതിൽ സാധിക്കുമോ? അതിനും സാധിക്കില്ല. കാരണം എന്താ അറിയോ? ഇന്ത്യ എന്ന മഹാരാജ്യം നിങ്ങളുടെ അച്ചിമാർക്ക് എന്ത് ചെയ്യില്ല, സ്ത്രീധനം കിട്ടിയ സ്വത്തൊന്നുമല്ല അടിച്ചിറക്കാൻ. മനസ്സിലായില്ലേ? ഭരണഘടന ബഹുമാനിച്ച് പോകുന്നവരെ ഇവിടെ മതി. ഭരണഘടന ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല. പിന്നെ ഭരണഘടന അതെന്താണെന്നറിയോ PC ജോർജിന്? ഭരണഘടന എന്താണെന്നറിയോ? ഭരണഘടന അനുസരിച്ചിട്ട് ജീവിക്കാത്ത വ്യക്തികളെ ആദ്യം പുറത്താക്കേണ്ടത് നിങ്ങളെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത്, പള്ളിക്കൂടത്തിൽ കുട്ടികൾ ചെല്ലുന്ന പ്രതിജ്ഞ ഉണ്ടല്ലോ, ആ പ്രതിജ്ഞ ഒന്ന് പോയി വായിക്കുക, അന്ന് വായിച്ച് പഠിക്കുക. അതെങ്കിലും പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സന്ദീപ് വാര്യർ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇതര മതസ്ഥരുടെയും ആദരവ് ബഹുമാനം ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാനും കഴിയുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണോ? പിന്നെ PC ജോർജ് ഹിന്ദു രാഷ്ട്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മൂപ്പരെന്നെ പറയുന്നുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഹൈന്ദവനാണ് എന്നും പറയുന്നുണ്ട്. PC ജോർജ്, യഥാർത്ഥ സത്യ ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും RSS BJP ആവാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ? ശരിക്കും മനസ്സിലായിക്കോ. ദൈവത്തിൻ്റെ മണവാട്ടിയായി പോയ കന്യക സ്ത്രീകൾക്ക് അവിടെ ഗർഭാശയത്തിലേക്ക് RSSകാരൻ്റെ ബീജം ഒറ്റിച്ചു കൊടുത്ത ചരിത്രം അറിയില്ലേ? എത്ര ക്രൈസ്തവ സ്ത്രീകളെ പിച്ച് ചീന്തിയ ചരിത്രം അറിയില്ലേ? ഇനിയും വേണോ? ആ നീയാണോ ക്രിസ്ത്യാനിയാണെന്നും
പിന്നെ BJP ആണെന്ന് പറയുന്നത്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത്? എൻ്റെ പൊന്നാര അണ്ണ, ഈ തീട്ടം തിന്നുന്ന ബുദ്ധികൾ ഒഴിവാക്കിയിട്ട് ചോറ് തിന്നുന്ന ബുദ്ധികൾ സംസാരിക്കാൻ നോക്ക്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ സുരേന്ദ്രൻ കണ്ടില്ലേ, ഇപ്പം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലത്തെന്ന് പറഞ്ഞ് താനി പൊട്ടായി പോകല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എത്ര തെളിവുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നടക്കുന്ന കാര്യങ്ങൾ പറയുക, അവനവനാലാവുന്ന കാര്യങ്ങൾ പറയുക, നടക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറയാതിരിക്കുക. അത് നിലക്കും വിലക്കും അന്തസ്സിനും കോട്ടം സംഭവിക്കും. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ളത്, പേർഷ്യക്കാരി എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന് വരഞ്ഞ കടഞ്ഞ് അംഗീകരിക്കുന്ന മതി, അല്ലാത്തവരൊക്കെ അടിച്ചിറക്കും എന്നുള്ളതാണ്. എൻ്റെ പൊന്നാരണ്ണ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഇനിയിപ്പോൾ എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും നിങ്ങൾക്കും കൂടെ ഒരു അവസരം കിട്ടുകയെന്ന് കൂട്ടുക, നിങ്ങളുടെ ജനൻ TV തന്നെ കൂട്ടിക്കോളി. അവളെ ചോദിക്കാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പോരാടി രക്തസാക്ഷികളായ ഒരു RSS നേതാവിയുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒരു 15 മിനിറ്റ് പോട്ടെ, 10 മിനിറ്റ് ഒരു ചാനലിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം തന്നാൽ എന്ത് ചരിത്രം നിങ്ങൾ പറയുക? ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമോ? ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രം കഴുകിയ ചരിത്രമോ? അതല്ല ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കോളാം, ഞങ്ങളെ വെറുതെ വിടണം എന്ന് മാപ്പ് അപേക്ഷിച്ച് അപേക്ഷിച്ച് കാലി പിടിച്ച ചരിത്രമോ? ഇതാണോ പറയുക നിങ്ങൾ ഈ ചോദ്യം അതേ ഒരു മുസ്ലിമിനോട് ചോദിച്ചു നോക്കി, ആർജവുണ്ടോ? ഞങ്ങൾക്ക് ചിലപ്പോൾ എന്താണ്, മണിക്കൂർ തികയില്ല, ഒരു സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിക്കേണ്ടി വേണ്ടി വരും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തിന് വേണ്ടി പൊരുതി മരിച്ച രക്തസാക്ഷികളായ ഒരുപാട് മഹത്തുക്കളുടെ, പണ്ഡിത മഹത്തുക്കളുടെ ചരിത്രം ഞങ്ങൾക്ക് ദീർഘമായിട്ട് പ്രസംഗിക്കാൻ കഴിയും. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഈ ചരിത്രമൊക്കെ ഉള്ള നിങ്ങൾ വെറുതെ ബള എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, രംഗത്ത് വരരുത്.